ശിവഗീത 6-ാം അധ്യായത്തിലെ ശിവഭഗവാൻ ശ്രീരാമചന്ദ്രന് തൻ്റെ സത്യം എന്താണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഭഗവാൻ ശിവൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നു, ഞാൻ സ്കന്ദനും വിനായകനുമാണ്. ശിവപാർവതിമാരുടെ സന്താനങ്ങളായ ഗണപതിയും അതേപോലെ തന്നെ സുബ്രഹ്മണ്യനും ഞാൻ തന്നെയാണ് എന്ന് പറയണം. പിതാവ് മക്കളായി ജനിക്കുന്നു എന്നൊരു സങ്കല്പം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. പിതാവ് തന്നെയാണ് മക്കൾ, മക്കൾ തന്നെയാണ് പിതാവും എന്ന് നാം ഇവിടെ ഓർക്കുക. അങ്ങനെ എന്നിൽ സ്കന്ദനും വിനായകനും കുടികൊള്ളുന്നു. മാത്രമല്ല, ഇന്ദ്രൻ, കാലൻ, യമൻ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇതെല്ലാം ഞാനാണ് എന്ന് ഭഗവാൻ ശിവൻ പറയണം. അപ്പോൾ ഈ കാണായ ശക്തിപ്രപഞ്ചമെല്ലാം തന്നെ, ഈ പ്രപഞ്ചങ്ങളിലെല്ലാം കാണുന്ന സൂര്യചന്ദ്രനും അതേപോലെ ഇന്ദ്രനും കാലനും യമനും എല്ലാം ഞാൻ മാത്രമാണ്. ഞാൻ സൃഷ്ടിച്ചതാണ്. ഞാൻ ആ സൃഷ്ടിയുടെ ഉള്ളിൽ ജീവിക്കുന്നു. പിന്നെ ഞാൻ ജപത്തിൻ്റെ നാഥനാണ്, അതായത് ധ്യാനം ഞാനാണെന്ന് പറയണം. അതേപോലെ തന്നെ നാമസങ്കീർത്തനത്തിൻ്റെ ഫലവും ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ഭക്ഷണവും അതേപോലെ പാനീയവുമായി മാറുന്നത്. ഞാൻ തന്നെ പരമോന്നതൻ. പ്രപഞ്ചത്തിൻ്റെ ക്ഷേമം എന്നിലൂടെ കുടികൊള്ളുന്നു. കാലാവസാനത്തിൽ എല്ലാം എന്നിൽ ലയിക്കുകയും ചെയ്യുന്നു. ഈ മുഴുവൻ പ്രപഞ്ചവും എൻ്റെ അവിഭാജ്യ ഘടകമാണ്. ബ്രഹ്മവിഷ്ണുക്കൾക്ക് പോലും എന്നെ വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. എല്ലാ ശരീരങ്ങളിലെ സാധാരണ കണ്ണുകൾക്ക് എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല. എൻ്റെ ഭക്തരുടെ ജനന രോഗ വാർദ്ധക്യത്തെയെല്ലാം ഇല്ലാതാക്കുന്നത് ഞാനാണ്. ലോകത്തിൻ്റെ രക്ഷകൻ ഞാനാണ്. അജ്ഞതയുടെ അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്നവരെ ജ്ഞാനത്തിൻ്റെ പ്രകാശലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എൻ്റെ തന്നെ മിന്നൽ പിണറാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയാണ്, ഞാനൊരു മിന്നലായി സാധകനിൽ എത്തിച്ചേരുന്നു. അവിടെ അജ്ഞതയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മിന്നൽ പിണരായി ഞാൻ ഭക്തൻ്റെ സാധകൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ മിന്നലിൻ്റെ രൂപമായി അവരിൽ പ്രവേശിച്ച് അവരെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഞാൻ ഏകനാണ്, എൻ്റെ പിന്നിൽ ആരുമില്ല, ഞാൻ ഏകനാണ്. അതുകൊണ്ട് ഏകൻ എന്ന് വിളിക്കുന്നു. ഞാൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സർവജ്ഞൻ എന്ന് എൻ്റെ ഭക്തന്മാർ എന്നെ വിളിക്കുന്നു. ആത്മാവിൻ്റെ കണ്ണാണ് ഞാൻ, അറിവിൻ്റെ നാഥനാണ് ഞാൻ. എല്ലാ ഐശ്വര്യങ്ങളുടെയും അധിപതി ഞാനാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും ഞാനാണ്. ഉപനിഷത്തുകളും അതിലെ അറിവും ഞാൻ തന്നെയാണ്. ഞാനല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചങ്ങളിലില്ല എന്ന സത്യം അല്ലയോ രാമ അങ്ങ് മനസ്സിലാക്കുക. ഞാൻ പ്രണവസ്വരൂപനാണ്, ഓങ്കാരസ്വരൂപനാണ്. അകാര ഉകാര മകാരങ്ങളിലൂടെ ആദിമധ്യ അന്തമായി ഞാൻ നിലകൊള്ളുന്നു. അപ്പോൾ ഞാൻ പ്രണവസ്വരൂപനാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. ഈ പ്രണവസ്വരൂപനായ ശിവനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്
പ്രണവോപാസന സാധകർ ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു ദിവ്യ രഹസ്യവും കൂടി ശിവഭഗവാൻ ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഈ പ്രണവസ്വരൂപനായ ശിവനെ സാക്ഷാത്കരിച്ച് ആ ശിവസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ പ്രണവോപാസനയിലൂടെ സാധിക്കുമെന്നൊരു ധ്വനി കൂടി ഈ ഞാൻ പ്രണവസ്വരൂപനാണ്, പ്രണവത്തിൻ്റെ 3 അക്ഷരങ്ങളും ഞാനാണ്, ആദ്യം മധ്യ അന്തം ആയ അകാര ഉകാര മകാരങ്ങൾ ഞാനാണ് എന്ന് ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രണവോപാസനയെക്കുറിച്ച് അതിലൂടെ സാധകന് ശിവസാക്ഷാത്കാരം കിട്ടാൻ മറ്റ് മാർഗങ്ങളെക്കാൾ എളുപ്പമാണ്. ഏറ്റവും ഉന്നതമായ സാധന എന്ന് വെച്ചാൽ അത് പ്രണവോപാസനയാണ് എന്നാണ് ഇവിടെ ശിവൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ പ്രണവോപാസനയെക്കുറിച്ചിട്ട് നാം ഇതിനു മുമ്പ് കണ്ടതാണ്. എങ്കിലും ചില കാര്യങ്ങൾ കൂടി പ്രണവോപാസനയെക്കുറിച്ച് പറയാനുണ്ട്. അതായത് ഈ പ്രണവസാധനയിലൂടെ തന്നെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരു മഹാസ്വാമിജി നമുക്കുണ്ടായിരുന്നു. വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പ്രണവോപാസനയിലൂടെ ശിവസാക്ഷാത്കാരം നേടിയ മഹാനാണ്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളെ, അതായത് എങ്ങനെയാണ് പ്രണവോപാസനയിലൂടെ തനിക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയത്, ആ സാധന സമ്പ്രദായം എന്തായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വളരെ ദിവ്യവും ശ്രേഷ്ഠവുമായ ഒരു ഗ്രന്ഥമാണിത്. പ്രണവോപാസന എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതാദ്യം പ്രബുദ്ധ കേരളത്തിലാണ് അനേക ലക്കങ്ങളായി പബ്ലിഷ് ചെയ്തത്. പിന്നീടത് പുസ്തകമാക്കുകയുണ്ടായി. നമുക്ക് ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ, പ്രണവോപാസനയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നോക്കാം. പ്രണവോപാസനയുടെ യോഗമാർഗത്തെയാണ് വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ വിവരിക്കുന്നത്. അതായത് ധാരണ, ധ്യാനം, സമാധി, ഈശ്വര സാക്ഷാത്കാരം എന്നിങ്ങനെയുള്ള ആ യോഗമാർഗത്തിൻ്റെ പടികൾ ഒന്നൊന്നായി ചവിട്ടിക്കയറി ധാരണയിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്ന് വിവരിക്കുന്ന ആ ഭാഗം മാത്രം ഞാനിവിടെ പറയാം. വിദ്യാരണ്യ തീർത്ഥപാദസ്വാമികൾ അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. തൻ്റെ അനുഭവം തന്നെയാണത്. ചിത്തത്തെ ഒരു വസ്തുവിൽ സ്ഥിരമായി ഉറപ്പിച്ചു നിർത്തുന്നത് ധാരണയാണ്. പ്രണവോപാസന അനുഭവപ്പെടുന്ന പ്രണവധ്വനി, മണിപൂരകം, ഹൃദയം, ഭ്രൂമധ്യം, ബ്രഹ്മരന്ധ്രം ഈ ആധാരങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ നിന്ന് പുറപ്പെടുന്നതായി സങ്കല്പിച്ച് ആ ധ്വനിയോടുകൂടി ചിത്തത്തെ അവിടെ ഉറപ്പിച്ച് ഊന്നി വയ്ക്കുന്നത് ധാരണാഭ്യാസമാണ്. പക്ഷേ കൂടെ കൂടെ ചിത്തം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അങ്ങനെ പോകാതിരിക്കത്തക്കവണ്ണം ചിത്തത്തെ ലക്ഷ്യത്തിൽ ഓങ്കാരധ്വനിയിൽ കുറച്ച് സമയം നിർത്താൻ കഴിഞ്ഞാൽ അത് ധ്യാനമാണ്. ആ ധ്യാനത്തിൻ്റെ നിരന്തരമുള്ള അഭ്യാസം ദൃഢപ്പെടുമ്പോൾ ധ്യാനിക്കുന്ന താനെന്നോ ധ്യാനിക്കപ്പെടുന്ന പ്രണവധ്വനി എന്നോ ഉള്ള ഭേദപ്രതീതി ഉണ്ടാകാതെ സാധകൻ്റെ ചിത്തവൃത്തി പ്രണവാകാരമായി നാദത്തിൻ്റെ വടിവിൽ പരിണമിക്കും. അതാണ് യോഗസമാധി. പ്രപഞ്ച വിഷയങ്ങളിൽ ഏറ്റവും സൂക്ഷ്മ വിഷയം ശബ്ദമാണല്ലോ. അത് ആകാശത്തിൻ്റെ തന്മാത്ര കൂടിയാണ്. അതുകൊണ്ട് അതിസൂക്ഷ്മമായ പ്രണവനാദത്തിൽ മനസ്സ് ലയിക്കുമ്പോൾ മറ്റുള്ള രൂപാദി വിഷയങ്ങൾ മനസ്സിനെ വശീകരിക്കുകയില്ല. ഇങ്ങനെ ഒരു വിശേഷം ഈ പ്രണവസമാധിക്കുണ്ട്. എന്നാൽ അഭ്യാസബലം കൊണ്ട് ആ നാദം പോലും ലയിച്ച് മനസ്സ് നിർവിഷയമായിത്തീരും. ആ സമാധിക്ക് നിർബീജമെന്നാണ് യോഗശാസ്ത്രം നൽകിയിരിക്കുന്ന പേര്.
പ്രണവാകാരമായി തീർന്ന മനോവൃത്തി സബീജ സമാധിയാണ്. ആ അനുഭൂതിയിൽ ചിത്തവൃത്തിയും ആ വൃത്തിക്ക് വിഷയമായ പ്രണവധ്വനിയും അതോട് ചേർന്ന സംസ്കാര വിശേഷവും ഉള്ളതുകൊണ്ടാണ് അതിന് സജീവ സമാധി എന്ന പേര് സിദ്ധിച്ചത്. ധ്യേയമായ നാദമടങ്ങി യാതൊരു വിഷയത്തിൻ്റെയും സങ്കല്പാങ്കാരം ഉദിക്കാത്ത ശാന്തമായ ചിത്തത്തിൻ്റെ നിലയാണ് നിർബീജ സമാധി. പല യോഗികളും ഈ സമാധി കൊണ്ട് സംതൃപ്തിയടയുകയാണ് പതിവ്. പക്ഷേ ഈ സമാധിയും ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ഒരു സാധന മാത്രമാണ്. ബ്രഹ്മസ്വരൂപം നിജസ്വരൂപമായി പ്രകാശിക്കുകയാണെന്നു സാധ്യം. സദ്ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജിജ്ഞാസു ഈ പരമാർത്ഥം മനസ്സിലാക്കണം. അങ്ങനെയുള്ള നിർബീജ സമാധിയുടെ നിർവിചാരാവസ്ഥയുടെ തെളിച്ചമുണ്ടാകുമ്പോൾ ആ ചിത്തത്തിൽ ആത്മാനുഭവം സ്ഫുരിക്കും. ഈ പരമാർത്ഥം ആണ് പതഞ്ജലി മഹർഷി വിശദീകരിക്കുന്നത്. ഈ വിധത്തിൽ വിഷയസ്പർശം ലേശവുമില്ലാത്ത സമാധി വഴി ജീവനെ ബ്രഹ്മസ്വരൂപത്തിൽ ലഭിക്കുന്ന മുഖ്യമായ സാധനാക്രമമാണ് ഈ യൗകിക പ്രാണവോപാസന. യമനിയമാദി സാധനകളുണ്ട് ദുർവാസനകളെ നീക്കി സദ്വാസനങ്ങളെ വർദ്ധിപ്പിച്ച് ആശ്രമബന്ധം കൊണ്ട് ശരീരത്തെ നിന്ദിച്ച് പ്രാണായാമം കൊണ്ട് പ്രാണകലങ്ങളെ ഒതുക്കുകയും മനോവൃത്തികളെ സംസ്കരിക്കുകയും ചെയ്ത് പ്രതിബന്ധങ്ങൾ നീക്കുമ്പോൾ സാധകന് പ്രണവസ്വരൂപനായ ഈശ്വരൻ നാദസ്വരൂപത്തിൽ തനിയെ ശ്രോത്രേന്ദ്രിയത്തിന് വിഷയമാകും. അതോടുകൂടി മനസ്സും പ്രാണനോടും ഇന്ദ്രിയവൃത്തികളോടും കൂടി നിർമ്മലമായ ആ നാദാമൃതം ആസ്വദിക്കുവാനെത്തും. പക്ഷേ സാധകൻ അതിനനുവദിക്കാതെ നാദത്തെ ഒരാധാരത്തിൽ മനസ്സോടുകൂടി നിരോധിച്ച് ആ നാദം തന്നെ പരിപൂർണനായി ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് നിരന്തരം ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കുന്നവനെന്നും ധ്യാനിക്കപ്പെടുന്ന വിഷയമെന്നുമുള്ള ഭേദചിന്ത നീങ്ങി ചിത്തം അതിസൂക്ഷ്മമായ പശ്യന്തി രൂപത്തിൽ പ്രണവനാദാകാരമായി പരിലസിക്കും. ആ സബീജ സമാധിയും തരണം ചെയ്ത് നിർവിചാരവും നിർവികൽപ്പവുമായ പരാനാദരൂപമായ സമാധിയിലെത്തുമ്പോൾ ജീവൻ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാഭിമാനങ്ങളെ വിസ്മരിച്ച് തൻ്റെ തനി സ്വരൂപത്തിൽ സച്ചിദാനന്ദമയനായ ഈശ്വരനായി പ്രകാശിക്കും. ഇതാണ് യഥാർത്ഥമായ ഈശ്വര സാക്ഷാത്കാരം, ശിവസാക്ഷാത്കാരം. ഇതാണ് വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ യോഗ പ്രണവോപാസനയെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവം. അപ്പോൾ എങ്ങനെയാണ് പ്രണവം ധ്യാനിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, ആ നാദോപാസനയിലൂടെ എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു വിവരണമാണ് ഇവിടെ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ ഈ പ്രണവോപാസനയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രണവ സാധകന്മാർക്ക് ഈ പ്രണവോപാസന എന്ന ഗ്രന്ഥം ദിവ്യമായ ഒരു വഴികാട്ടിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികളെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പ്രണവോപാസന എന്ന ഗ്രന്ഥത്തെക്കുറിച്ചും വ്യക്തമാക്കാൻ കഴിയും. ഓം ശിവായ നമഃ.